കാലാവസ്ഥ കൂടി നോക്കിയാൽ നിങ്ങളുടെ ഈ ദിവസം സെറ്റ് ആണല്ലോ അല്ലേ? നേരെ പോകുന്ന സ്കൈ വാച്ച്. ഇപ്പൊ പതിവ് പോലെ നമ്മുടെ അശ്വതി വിശ്വനാഥൻ തന്നെ ഉണ്ട് കാലാവസ്ഥ വിശകലനങ്ങളുമായിട്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇപ്പോ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴ, വെയില്, മഞ്ഞ് തുടങ്ങി എന്തൊക്കെയാണ് അവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ വിഷുവാണ്. എല്ലാവരും ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും. കൈനീട്ടം, കണി വെക്കണം, സദ്യ, അങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിലും നമ്മുടെ കാലാവസ്ഥ നോക്കാൻ മറക്കരുത്. കാരണം ഏത് ആഘോഷമായാലും കാലാവസ്ഥ സെറ്റാണെങ്കിൽ ആ ആഘോഷത്തിനൊരു ഗുമ്മുണ്ടല്ലേ? അപ്പോൾ നമുക്ക് അത് മറക്കരുത്. അപ്പോൾ ഇന്ന് പതിവ് പോലെ നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ഇന്നത്തെ ഡേ പ്ലാൻ ചെയ്യാൻ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് പരിശോധിക്കാം. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് നോക്കുമ്പോൾ 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ്. ഇവിടെ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇനി മറ്റു ജില്ലകളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നിലവിൽ പ്രത്യേക മുന്നറിയിപ്പുകളില്ല എങ്കിലും മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയരുത്. ഇനി ഈ അടുപ്പിച്ചുള്ള മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ന്യൂനമർദ്ദം മധ്യ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറയുന്നു എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട്. അതേസമയം ലക്ഷദ്വീപ് പ്രദേശത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. കാരണം മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും അല്ലെങ്കിൽ മണിക്കൂറിൽ ചില സമയത്ത് 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക തന്നെ വേണം. അടുത്ത ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ്, അതായത് ഉയർന്ന തിരമാല, കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം. ഇപ്പോൾ 3 ദിവസമായിട്ട് അടുപ്പിച്ച് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം തന്നെ ശ്രദ്ധിക്കാം. ഈ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ഈ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ ഒരു സമയത്ത് പരമാവധി ഒഴിവാക്കുക. ഈ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഈ വർഷത്തെ ആദ്യ മൺസൂൺ പ്രവചനം സ്വകാര്യ കാലാവസ്ഥ ഏജൻസി ആയിട്ടുള്ള സ്കൈമെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സീസണിൽ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ ഏജൻസി പറയുന്നത്. ഈ ഏപ്രിൽ ഈ ആദ്യ 10 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിച്ചിട്ടുള്ളത് പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ്. അതേസമയം ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാടാണ്. അത് നമുക്കറിയാം, നമ്മൾ എന്നും ഡിഗ്രി കാർഡ് പരിശോധിക്കുന്നതാണ്. അതിലെന്നും 1ാം സ്ഥാനത്ത് പാലക്കാടാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ ചൂട് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇന്നും നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ശേഷം കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം എന്നീ 3 ജില്ലകളിലാണ് താപനില ഉള്ളത്. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ 3 ജില്ലകളിലുമുള്ള താപനില. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ മഴയുടെയും ചൂടിൻ്റെയും ഒക്കെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ നമ്മുടെ പ്രേക്ഷകരെ മറക്കില്ലെന്നറിയാം. കാരണം കൃത്യമായി നമ്മുടെ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് നമ്മൾ തരുന്നുണ്ട്. അത് ഓർമ്മിച്ചെടുക്കുക, അത് കൃത്യമായി പാലിക്കുക, സുരക്ഷിതരായിരിക്കുക, സുഖമായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ശരി.